ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് മാനസിക സംഘർഷം മൂലം DJ സിബിൻ ട്വിറ്റ് ചെയ്ത് പുറത്തു പോയിരിക്കുന്നു. 100% ഉറപ്പായ വാർത്തയാണ്. ഇതിനോടകം തന്നെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആശുപത്രിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇന്നലെ തന്നെ സിബിന് നല്ല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പിന്നെ ഈ പറയുന്ന പോലെ ഫുഡ് ഇതൊന്നുമില്ലാതെ സിബിൻ നല്ല രീതിയിൽ വീക്കായിരുന്നു. അപ്പോൾ ഇന്നലെ ബിഗ് ബോസിൻ്റെ അനുമതി പ്രകാരം സിബിൻ ഇന്നലെ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ചെസ്റ്റ് പെയിൻ ഉണ്ട്, എനിക്ക് ഭയങ്കര വേദനയാണ് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ECG എടുത്ത് തരാം, അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് പോകൂ, പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ECG ഒക്കെ എടുത്ത് സിബിനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വിട്ടു. ദെൻ അതിനുശേഷവും സിബിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് സിബിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് അറിയണം, അതിനു വേണ്ടി ഒന്ന് പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ സിബിന് പുറത്ത് എന്താണ് ഉണ്ടാവുന്നത്, ബിഗ് ബോസ് ഹൗസിലെ ജീവിതത്തിനേക്കാൾ ഏറ്റവും വലുതാണ് തൻ്റെ പുറത്തെ ജീവിതമെന്ന് 100% ഉറപ്പായ സിബിൻ പുറത്ത് താൻ കുറേ ഡീഗ്രേഡിങ് ഏറ്റുവാങ്ങുന്നുണ്ട്. ജാസ്മിനെ കാണിച്ച ആക്ഷൻ നല്ല രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് തനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ തൻ്റെ ഗെയിമുകൾ മുഴുവൻ എക്സ്പോസ് ചെയ്ത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചത്. ഇത്തരത്തിലൊക്കെ ചിന്തിച്ച് ആകെ മൊത്തം വല്ലാതായിരിക്കുകയാണ് സിബിൻ. ഈ ഒരു സമയത്ത് സിബിൻ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ പറ്റുന്നത്. നല്ല രീതിയിൽ തന്നെ ചെസ്റ്റ് പെയിൻ വീണ്ടും കൂടി, അതുപോലെ തന്നെ ശബ്ദം കേൾക്കുന്നത് പോലും ബുദ്ധിമുട്ടായ രീതിയിൽ സിബിൻ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സിബിൻ എന്തായാലും ഡോക്ടേഴ്സിൻ്റെ സഹായം വേണം. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ റൂമിൽ വന്ന് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പർ സിബിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് സീക്രട്ട് റൂം സിബിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് ഒരു അൺഫെയർ ആയി പോകും. കാരണം ഗെയിമുകളൊക്കെ കണ്ട് വൈൽഡ് കാർഡായിട്ടാണ് സിബിൻ വന്നിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല. ഈ ഒരു സമയത്ത് തന്നെ സിബിൻ ഇത്രയും വീക്കായിട്ടൊരു സീക്രട്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അൺഫെയർ ആയി പോകും, മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന തെറ്റായി പോകും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നീങ്ങില്ല. എന്തായാലും സിബിനെ മറ്റുള്ള ഗെയിമുകൾ കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു റൂമിലേക്ക്, അതായത് റോബിനെയൊക്കെ മാറ്റിയതുപോലെ ഒരു റൂമിലേക്ക് മാറ്റാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിബിൻ്റെ ഒരു റീ എൻട്രി പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് സിബിൻ പുറത്തു പോകും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ക്വിറ്റ് ചെയ്തു സിബിൻ, ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട്. സിബിൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും 24 അവേഴ്സിനുള്ളിൽ വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. 24 അവേഴ്സിനുള്ളൊരു കണ്ടസ്റ്റൻറ്റ് വീട്ടിലേക്ക് വന്നില്ല എങ്കിൽ നോർമലി എഗ്രിമെൻറ്റ് പ്രകാരം ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹം പുറത്താവുന്നതായിരിക്കും. അപ്പോൾ സിബിൻ ഓൾറെഡി ക്വിറ്റ് ചെയ്തു എന്ന് തന്നെ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിബിൻ പുറത്തു പോയി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് വന്നാൽ വന്നു എന്ന് തന്നെ പറയാനുള്ളൂ. ഇപ്പോൾ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ലാലേട്ടൻ പറഞ്ഞതും എല്ലാവരും വിട്ടുകളഞ്ഞ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് നിൽക്കുകയാണെങ്കിൽ വിൻ ചെയ്യാൻ വരെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ സമയത്ത് DJ സിബിൻ. നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് സിബിന് പുറത്ത്. അപ്പോൾ ഇതൊന്നും അറിയാതെ സിബിൻ താൻ പുറത്ത് തന്നെ ആർക്കും ഇഷ്ടമല്ല, താൻ ചെയ്ത ആക്ഷൻസും തൻ്റെ പ്ലാനുകളും ഒന്നും പുറത്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള പേടി തന്നെയാണ് സിബിൻ്റെ ഈ ഒരു ക്വിറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് തന്നെയാണ് സിബിന് ഈ പറയുന്ന ചെസ്റ്റ് പെയിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും അസ്വസ്ഥത ഉണ്ടാവാനായിട്ടുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയ കാര്യം വീട്ടുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പോൾ നമ്മുടെ അൻസിബയും ഋഷിയൊക്കെ നല്ല രീതിയിൽ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്